പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ വിശുദ്ധ ചാൾസ് ബൊറോമിയെക്കുറിച്ചാണ് നാം ഇന്ന് ശ്രവിക്കുക. സമ്പന്നതയുടെ മടിത്തട്ടിൽ വളരെ ഒരു ധനിക കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് അവിടെ നിന്ന് വിശുദ്ധ ജീവിതം നയിച്ച് അതോടൊപ്പം തന്നെ സഭയുടെ വിശ്വാസ പരിശീലന രംഗത്ത് കാതലായ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ചാൾസ് ബൊറോമിയോ. അദ്ദേഹം ജനിച്ചത് 1538 ഒക്ടോബർ 2 ഇറ്റലിയിലെ അറോണ എന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വളരെ ഏറെ വിശ്വാസ ജീവിതത്തിൽ ആണ് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നത്. അവർ ധനിക കുടുംബത്തിൽ ആയിരുന്നെങ്കിൽ പോലും മക്കളുടെ വിശ്വാസ പരിശീലനത്തിൽ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. വലിയ മാറ്റങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കുട്ടിക്കാലത്തെ ഒരു വിശ്വാസ പരിശീലനം കൊണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. ബൊറോമിയോ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റലിയിലെ വളരെ പ്രശസ്തമായൊരു കുടുംബമായിരുന്നു അവരുടേത്. അവർക്ക് അവരുടേതായ കൊട്ടാരങ്ങളും വളരെയേറെ ഭൂസ്വത്തുക്കളും വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെ സ്വത്തുക്കളും സേവകരും എല്ലാം അവർക്കുണ്ടായിരുന്നു. ഇപ്പം എല്ലാം കൊണ്ടും സമ്പന്നമായിരുന്നു ബൊറോമിയോ കുടുംബം. അതുപോലെ തന്നെ പ്രശസ്തവുമായിരുന്നു. ചാൾസ് ബൊറോമിയോയ്ക്ക് പ്രത്യേകിച്ച് ദാരിദ്ര്യം എന്നുള്ള ഒരു അനുഭവത്തിലൂടെയൊന്നും അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വന്നിട്ടില്ല. ചാൾസിൻ്റെ ഒരു വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മാർഗരറ്റയാണ് പ്രത്യേകമായിട്ട് ഇവരുടെ ഒരു മക്കളെ വിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് പരിശ്രമിച്ചിരുന്നത്. അപ്പോൾ അമ്മ എല്ലാ കാര്യങ്ങളിലും ചെറിയത് മുതൽ വലിയ കാര്യങ്ങൾ വരെ അവരെ പ്രാർത്ഥിപ്പിക്കുവാനായിട്ടും അതോടൊപ്പം തന്നെ അനുദിന കുടുംബ പ്രാർത്ഥന, ദിവ്യബലി, ജപമാല എല്ലാ കാര്യങ്ങളിലും മക്കളെ വളരെ ക്ഷമാപൂർവ്വം അവരെ പരിശീലിച്ച് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അമ്മയുടെ എല്ലാ രീതിയിലും മക്കൾക്ക് നല്ല അടുപ്പമായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്താണ് പെട്ടെന്ന് ചാൾസിൻ്റെ ജീവിതത്തിൽ ആ ഒരു ദുഃഖകരമായ ഒരു അനുഭവം അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. ചാൾസിന് ഏകദേശം 9 വയസ്സ് പ്രായമുള്ളപ്പോൾ പെട്ടെന്ന് അമ്മ മരണപ്പെടുകയാണ്. അങ്ങനെ ചാൾസിന് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തതും വളരെ ആഴമേറിയതുമായ ഒരു ദുഃഖത്തിലൂടെ അദ്ദേഹം കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. അതിനുശേഷം ചാൾസിന് മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വളരെയേറെ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് മറ്റൊരു വിവാഹം കഴിക്കുന്നുണ്ട്. പിന്നീട് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അറോണയിൽ നിന്ന് മിലൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്രയാകേണ്ടിയും വരുന്നുണ്ട്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ചാൾസിന് ഒത്തിരിയേറെ അദ്ദേഹത്തിന് വളരെയേറെ വിഷമതകൾ, അമ്മയില്ലാത്തതിൻ്റെ ഒരു വിഷമതകൾ എല്ലാം നേരിടേണ്ടി വന്നെങ്കിൽ പോലും എല്ലാം പിന്നീട് കാലക്രമേണ അദ്ദേഹം ദൈവകരങ്ങളിൽ നിന്നെല്ലാം അത് സ്വീകരിക്കുകയും ഇതെല്ലാം മറ്റൊരു ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് ദൈവം തന്നെ ഒരുക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാൾസിന് ചെറുപ്പം മുതൽ തന്നെ ഒരു വൈദികനാകണമെന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 12 വയസ്സ് പ്രായമായപ്പോൾ ചാൾസ് ടോൺഷർ ചെയ്യുന്നുണ്ട്. ടോൺഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയുടെ മുകളിലുള്ള ഒരു നടുക്കുള്ള ഭാഗത്തുള്ള മുടി ഇങ്ങനെ വടിച്ചു കളയുന്ന ഒരു രീതിയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വൈദിക ജീവിതത്തിൽ അല്ലെങ്കിൽ സന്യാസ ജീവിതം നയിക്കുന്നവരുടെ ഒരു അടയാളമായിട്ടാണ് ഈ ടോൺഷർ ചെയ്യുന്നത്. അപ്പോൾ ഭാരത സംസ്കാരത്തിലും ഋഷിമാരെല്ലാം ഇതുപോലെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു രീതിയാണ് ആ കാലഘട്ടത്തിൽ ഇവിടെയും അവർ അവലംബിച്ചിരുന്നത്. അപ്പോൾ 12 വയസ്സായിരുന്നപ്പോൾ തന്നെ ചാൾസ് ടോൺഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് അപ്പന് അനുമതി നൽകുന്നുണ്ട്. വൈദികനാകണമെന്നുള്ള ആഗ്രഹവും അതെല്ലാം അപ്പൻ യാതൊരു മടിയും കൂടാതെ അതിനെല്ലാം അംഗീകാരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മറ്റൊരു കാരണം കൂടെ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. കാരണം ചാൾസിൻ്റെ കുടുംബത്തിൽ, ബൊറോമിയോ കുടുംബത്തിൽ മറ്റൊരു വൈദികൻ ആബട്ടായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, സേവനം അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ കാലശേഷം മറ്റൊരാളെ തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇവിടെ സേവനത്തിനായിട്ട് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് ചാൾസ് തന്നെയായിരുന്നു. അങ്ങനെ ചാൾസിൻ്റെ ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും എല്ലാം ഒന്ന് തന്നെ ആയിരുന്നതുകൊണ്ടും ഇത് കുറച്ചും കൂടെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ആയതുകൊണ്ട് ചാൾസിൻ്റെ അപ്പൻ യാതൊരു മടിയും കൂടാതെ ചാൾസിൻ്റെ ആഗ്രഹത്തിനെല്ലാം സമ്മതം നൽകുകയായിരുന്നു. അതിനുശേഷമാണ് ചാൾസിൻ്റെ ജീവിതത്തിൽ മറ്റൊരു ആഘാതം അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഏകദേശം 20 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ഗിബോർട്ടോ മരണമടയുകയാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് ചാൾസിന് മുന്നോട്ട് എങ്ങനെയെന്നുള്ളൊരു കാര്യത്തിൽ ഒത്തിരി ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. കാര്യം അമ്മയില്ല, പിന്നെ അപ്പനും മരിച്ചു. അപ്പോൾ ഇവർക്ക് ഒത്തിരി സ്വത്തുക്കളും ഉണ്ട്.
ചാൾസിന് സ്വാഭാവികമായും ചാൾസിന് അവരുടെ സ്വത്തുക്കളുടെ എല്ലാം ഉത്തരവാദിത്തം, പൂർണ്ണമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അതിൻ്റെ നടത്തിപ്പെല്ലാം ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിന് വന്നു. ചാൾസ് മുതിർന്ന കുടുംബത്തിലെ മൂത്ത കുട്ടിയല്ലായിരുന്നു. അവരുടെ 6 മക്കളിൽ രണ്ടാമനായിരുന്നു ചാൾസ്. പക്ഷേ എന്നിട്ട് കൂടിയും ചാൾസിന് ആ ഒരു കുടുംബത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം, അതിൻ്റെ സ്വത്തുക്കളുടെ നടത്തിപ്പും എല്ലാം ചാൾസിന് നോക്കി നടത്തേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വന്നു. എന്നാലും ചാൾസ് തൻ്റെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു നിയോഗം മനസ്സിൽ വച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങി വൈദികനാകണം എന്നുള്ള ആഗ്രഹം. 1559 അന്നത്തെ മാർപ്പാപ്പ പോൾ 4 മാർപ്പാപ്പ മരണമടയുകയാണ്. അതിനുശേഷം പയസ് 4 മാർപ്പാപ്പ സ്ഥാനമേൽക്കുന്നു. ഇത് നമ്മുടെ വിശുദ്ധൻ്റെ ചാൾസ് ബൊറോമിയോയുടെ ഒരു റിലേറ്റീവ് കൂടിയാണ് അദ്ദേഹം, അമ്മാവനാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ചാൾസിനെ അവിടെ വിളിക്കുകയും ചാൾസിനൊരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം അവിടെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. വത്തിക്കാൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട്, കാർഡിനൽ ഡീക്കനായിട്ടും അദ്ദേഹത്തെ സ്ഥാനാരോഹണം നൽകുകയാണ്. അപ്പോൾ ഈ ഒരു ദൗത്യത്തിൽ, ഈ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു വരുമ്പോൾ ചാൾസിന് കുറച്ചൊന്നുമല്ല കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് വളരെയധികം നിരവധി ഉത്തരവാദിത്തങ്ങൾ ഒരേ സമയം ഒരുപോലെ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വളരെ ക്ഷമാപൂർവം നല്ല രീതിയിൽ തന്നെ 100% വിശ്വസ്തയോടുകൂടി ചെയ്യുവാനായിട്ട് ചാൾസ് പരിശ്രമിച്ചു. അപ്പോൾ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ചാൾസിന് പഠനം, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം, അതോടൊപ്പം സഭയുടെ പ്രഥമ ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാം ചാൾസിന് ഒരേ സമയം ഒരുപോലെ തന്നെ നിറവേറ്റുവാനായിട്ട് ദൈവം കൃപ നൽകി എന്നുള്ളതാണ്. പിന്നെ ഇതിൽ നിന്നെല്ലാം ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് ചാൾസ് ഇടയ്ക്കൊക്കെ വയലിനൊക്കെ വായിച്ച് ഇതിൽ നിന്ന് കുറച്ച് ശാന്തത ഉള്ളിൽ കിട്ടുവാനായിട്ട് വയലിനൊക്കെ വായിച്ചിരുന്നു എന്നാണ് പറയുക. അങ്ങനെ സഭാകാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം ചാൾസിന് ഉള്ളിലുണ്ടായിരുന്നു. സഭയിലെ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്താനും പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ചാൾസിന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം ഒരു അക്കാദമിക്ക് രൂപം കൊടുക്കുകയാണ്. ഈ അക്കാദമി വഴി അദ്ദേഹം ഉദ്ദേശിച്ചത് സഭയെ തൻ്റെ എഴുത്തുകൾ, ലേഖനങ്ങൾ വഴി ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് അദ്ദേഹം പ്രഗത്ഭരായ പലരെയും അതിൽ അപ്പോയിൻ്റ് ചെയ്തു. അപ്പോൾ അവരിലൂടെ എല്ലാം ഇതിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിച്ചു. അപ്പോൾ ഈ സമയങ്ങളിൽ ആ നാട്ടിൽ രാജാക്കന്മാർ സഭാകാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. അപ്പം അന്നത്തെ സ്പെയിനിലെ രാജാവ് ഇതുപോലെ സഭാകാര്യങ്ങളിൽ ഇടപെടുകയും ചാൾസിൻ്റെ പല പ്രവർത്തനങ്ങളെയും ഒക്കെ എതിർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ചാൾസ് വളരെ നല്ല രീതിയിൽ തന്നെ ക്ഷമാപൂർവ്വം അതെല്ലാം നേരിടുവാനായിട്ട് ചാൾസിന് സാധിച്ചു. ആയിരത്തി 1562 സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു അന്ന്. ട്രെൻറ്റ് കൗൺസിൽ നടക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഈ സമയത്ത് ചാൾസിന് വളരെയേറെ നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള സംഭാവനകൾ നൽകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതിൻ്റെ അവസാന ഘട്ടം നടക്കുമോ എന്ന് തന്നെ വളരെ സംശയകരമായൊരു അവസ്ഥയിൽ കടന്നു പോകുന്ന അവസരത്തിലാണ് ചാൾസ് വളരെ കർമ്മനിരതയോടുകൂടി തന്നെ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചുകൊണ്ട് അദ്ദേഹം ആ കൗൺസിൽ യാതൊരു തടസ്സവും കൂടാതെ നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തിയതും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതും. അപ്പോൾ ഈ സമയത്ത് സഭയുടെ വിശ്വാസ സംഹിതകളെല്ലാം അതെല്ലാം അദ്ദേഹം ചർച്ചയ്ക്ക് വിധേയമാക്കി. പ്രത്യേകിച്ച് തിരുശേഷിപ്പുകളുടെ വണക്കം, വിശുദ്ധരുടെ വണക്കം, മരണാനന്തര ജീവിതം, ഇങ്ങനെ വളരെയധികം ചർച്ചയ്ക്ക് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിരുന്ന വിഷയങ്ങളെല്ലാം തന്നെ അന്നത്തെ ആ ഒരു സമയത്ത് ആ ഒരു കൗൺസിലിൽ ചാൾസിൻ്റെ പ്രത്യേക ഇൻട്രസ്റ്റോടുകൂടി തന്നെ അതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കുകയും പല കാര്യങ്ങളിലും വളരെ നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാനൊക്കെ ആയിട്ട് സാധിച്ചു. പിന്നീട് അദ്ദേഹത്തിന് തൻ്റെ സേവനങ്ങൾ വഴി, പ്രത്യേകിച്ച് ഈ ഒരു വിശ്വാസ പരിശീലന രംഗത്ത് അദ്ദേഹത്തിന് വളരെ നല്ല സംഭാവനകൾ നൽകാൻ ആയിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതായത് വിശ്വാസ സമൂഹത്തിന് പൊതുവായിട്ടുള്ള ഒരു മതബോധന ഗ്രന്ഥം CCC അല്ലെങ്കിൽ
കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന് പറയുന്ന ആ ഒരു മതബോധന ഗ്രന്ഥത്തിന് രൂപം കൊടുക്കുവാനായിട്ടൊക്കെ നേതൃത്വം നൽകിയത് വിശുദ്ധ ചാൾസ് ബൊറോമിയായിരുന്നു. അപ്പോൾ അത് ഇന്നും വളരെയേറെ വിലപ്പെട്ട ഒരു സമ്പത്ത് തന്നെയാണ് തിരുസഭയെ സംബന്ധിച്ചിടത്തോളം. അതിന് അദ്ദേഹം നൽകിയ സേവനങ്ങൾ പ്രശംസനീയമാണ്. അതുകൂടാതെ ട്രെൻറ്റ് കൗൺസിലിൽ അന്ന് ചർച്ചാ വിഷയമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു മതബോധനം, വിശ്വാസ പരിശീലനം എന്നുള്ളത്. മുതിർന്നവരുടെയും കുട്ടികളുടെയും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ അവർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള വിശ്വാസ പരിശീലനം നൽകണമെന്നുള്ള ആ ഒരു വിഷയം കൊണ്ടുവന്നത്, ആ ഒരു കൗൺസിലിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുവാനായിട്ട് കൊണ്ടുവന്നത് വിശുദ്ധ ചാൾസ് ബൊറോമിയായിരുന്നു. അന്ന് ഈ വിഷയം അവർ കാര്യമായി തന്നെ പരിഗണിക്കുകയും ഇത് ഉടനെ തന്നെ സഭയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിനുള്ള തുടക്കം കുറിക്കുകയും ഇന്നും നമ്മൾ അറിയപ്പെടുന്ന സൺഡേ സ്കൂള് എന്ന് പറയുന്ന അല്ലെങ്കിൽ മതബോധനം, ഞായറാഴ്ചയുള്ള മതബോധനം ഇന്നും നമ്മൾ എല്ലായിടത്തും ആഗോളതലത്തിൽ തിരുസഭ നടത്തി വരുന്ന ആ ഒരു സൺഡേ സ്കൂള് അന്ന് മുതൽ അദ്ദേഹം തുടങ്ങി വെച്ച ആ ഒരു മഹത്തായ ഒരു ശുശ്രൂഷയായിരുന്നു. ഇന്ന് വിശ്വാസ പരിശീലന രംഗത്ത് നമുക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, സഭയുടെ പള്ളികളിൽ മാത്രമല്ല വിദ്യാലയങ്ങളിൽ പോലും, ക്രൈസ്തവ വിദ്യാലയങ്ങളിൽ പോലും മതബോധനം എന്നുള്ളത്, ക്രൈസ്തവ മതബോധനം എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്ന വിദ്യാലയങ്ങൾ വരെ ഇന്ന് ആഗോളതലത്തിലുണ്ട്. അപ്പോൾ അന്ന് ആ ട്രെൻറ്റ് കൗൺസിലിൽ എടുത്ത ആ ഒരു തീരുമാനം വർഷങ്ങൾക്ക് മുമ്പ് 1500കളിൽ ആ നാളുകളിലാണ് തുടങ്ങിയത്. അതിന്നും തുടർന്നു കൊണ്ടുപോകാനായിട്ട് ചാൾസിനെ വളരെ ശക്തമായിട്ട് ദൈവം അന്ന് മുതൽ വളരെ ശക്തമായ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. അദ്ദേഹം അതിന് ഉപകരണമായി എന്നുള്ളത് നമ്മൾക്ക് നന്ദിയോടെ ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ട്രെൻറ്റ് കൗൺസിലിൻ്റെ അവസാനത്തോടെ അത് വളരെ സന്തോഷകരമായി അവസാനിച്ചുവെങ്കിലും ചാൾസിൻ്റെ ജീവിതത്തിൽ വളരെ വലിയൊരു വേദനയാണ് പിന്നീട് ഉണ്ടായത്. കാരണം അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ, നമ്മൾ കണ്ടു ചാൾസ് രണ്ടാമത്തെ കുട്ടിയാണെന്ന്. അപ്പോൾ ചാൾസിൻ്റെ മൂത്ത സഹോദരൻ പെട്ടെന്ന് മരണമടയുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് അദ്ദേഹത്തിന് വളരെയേറെ സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും എല്ലാം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. എല്ലാവരും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു വിവാഹം കഴിച്ച് കുടുംബകാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് മടങ്ങിപ്പോകണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മാവനായ മാർപ്പാപ്പ വരെ അദ്ദേഹത്തോട് ഈ ഒരു നിർദ്ദേശമാണ് നൽകിയത്. ഇത് ചെയ്യുന്നതായിരിക്കും ഉചിതമെന്ന് പലർക്കും തോന്നി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളരെ ആഴത്തിൽ തനിക്കുള്ള ഒരു വിളി എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ ആ ഒരു ആവശ്യം മറ്റൊരു കർദിനാളിനോട് പങ്കുവയ്ക്കുകയും വളരെ രഹസ്യമായി തന്നെ 1563 അദ്ദേഹം രഹസ്യമായി വൈദിക പട്ടം സ്വീകരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഇക്കാര്യം ആ സമയങ്ങളിൽ അറിയുന്നില്ല. പക്ഷേ പിന്നീട് അറിഞ്ഞപ്പോഴും അദ്ദേഹം എതിർപ്പൊന്നും പറഞ്ഞില്ല. കാര്യം ഇത് ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് അംഗീകാരം നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചാൾസ് പിന്നെ തൻ്റെ തുടർന്നുള്ള ജീവിതം ഒരു വൈദികനായിട്ട് തുടർന്നു പോവുകയാണ്. സെപ്റ്റംബർ മാസം ആണ് അദ്ദേഹം വൈദിക പട്ടം സ്വീകരിക്കുന്നത്. പിന്നെ അതേ വർഷം 1563 ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തെ മിലനിലെ ബിഷപ്പായിട്ട് നിയമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടം മുഴുവൻ അദ്ദേഹം ഒരു ലേ പേഴ്സണായിട്ട് നിന്നുകൊണ്ടാണ് സഭയിലെ സേവനങ്ങൾ അനുഷ്ഠിച്ചത്. മറ്റൊരു എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു സ്ഥാനമോഹമോ മറ്റൊന്നുമല്ലായിരുന്നു ചാൾസിനെ നയിച്ചിരുന്നത്. മറിച്ച് ചാൾസിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ദൈവസ്നേഹം, ആ ഒരു വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണമെന്നുള്ള ആ ഒരു തീക്ഷ്ണത, ഇതെല്ലാമാണ് ചാൾസിനെ മുന്നോട്ട് നയിച്ചിരുന്നത്. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിലെല്ലാം നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എത്രത്തോളം തീക്ഷ്ണതയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയുമാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും നിർവഹിക്കാനായിട്ട് പരിശ്രമിച്ചിരുന്നു എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം മിലനിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. മിലനിൽ ആയിരിക്കുമ്പോൾ അദ്ദേഹം പല രീതിയിൽ അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് പലരെയും അവിടെ നിയമിക്കുന്നു. താൻ ആഗ്രഹിച്ച പോലെ ആ ഒരു രൂപതയിൽ മാറ്റങ്ങൾ
വരുത്തുവാനായിട്ട് പലരെ അവിടെ നിയമിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നു ഇത് താൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, തന്നെക്കൊണ്ട് ഈ ഒരു ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം മെത്രാൻ പദവിയിൽ നിന്ന് മാറുകയാണെന്നുള്ള ഒരു അറിയിപ്പ് പറയുകയാണ് മാർപ്പാപ്പയോട്. അപ്പോൾ മാർപ്പാപ്പ അതിന് സമ്മതിക്കുന്നില്ല. അദ്ദേഹം പറയും ദൈവഹിതം ഇതിൽ തന്നെ തുടരണമെന്നുള്ളതാണ്. അപ്പോൾ അനുമതി ലഭിക്കാതെ ചാൾസ് വീണ്ടും അവിടെ തുടരുന്നു. പക്ഷേ പിന്നീടുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നെങ്കിൽ പോലും പിന്നീട് അദ്ദേഹം വിധേയത്വത്തോടുകൂടി അനുസരണയോടുകൂടി ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടെ തുടരുമ്പോൾ പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ രൂപതയിൽ വലിയ വലിയ മാറ്റങ്ങൾ പിന്നീട് അദ്ദേഹത്തിന് വരുത്തുവാനായിട്ട് സാധിച്ചു. പ്രഗത്ഭരായ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ സേവനങ്ങൾ ചെയ്യാൻ പറ്റിയ പലരെയും നിയോഗിച്ചുകൊണ്ട് തന്നെ ഈ അവിടുത്തെ ശുശ്രൂഷകളൊക്കെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചാൾസിന് സാധിക്കുന്നുണ്ട്. 1566 പയസ് 4-ാമൻ മാർപ്പാപ്പ കാലം ചെയ്യുകയും തുടർന്ന് പയസ് 5-ാമൻ മാർപ്പാപ്പ സ്ഥാനാരോഹണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ചാൾസ് തൻ്റെ സേവനങ്ങൾ അവസാനിപ്പിച്ച് മറ്റ് മിലനിലേക്ക് പോകാനായിട്ട് നിശ്ചയിക്കുമ്പോൾ മാർപ്പാപ്പ അദ്ദേഹത്തെ അതിനായിട്ട് അനുവദിക്കുന്നില്ല. തൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നിർബന്ധിക്കുകയാണ്. തുടർന്ന് വീണ്ടും ചാൾസ് റോമിൽ തന്നെ തുടരുന്നു. തൻ്റെ സേവനങ്ങളൊക്കെ സഭയ്ക്ക് തൻ്റെ സേവനങ്ങൾ വളരെ കാര്യക്ഷമമായി തന്നെ അദ്ദേഹം നൽകുന്നുണ്ട്. പിന്നീട് ചാൾസിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ദുരനുഭവങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാര്യം നമ്മൾ കണ്ടു, വളരെ കാര്യക്ഷമമായി തന്നെയാണ് ചാൾസ് ഓരോ കാര്യങ്ങളും സഭയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പല കാര്യങ്ങളും എതിർപ്പിനൊക്കെ കാരണമായിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എതിർപ്പിനൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. ഒരിക്കൽ മിലനിലെ ഒരു സഭ ഒരു പള്ളി അതിൽ നിന്ന് അവരുടെ രൂപതയിൽ നിന്ന് വേറിട്ടതാണെന്നും പറഞ്ഞ് അവർ പറയുകയുണ്ടായി. പക്ഷേ അത് ഒരിക്കലും സത്യമല്ലായിരുന്നു. മിലൻ രൂപതയോട് ചേർന്ന് തന്നെ ഉള്ള ഒരു ഇടവകയായിരുന്നു അത്. അപ്പോൾ ചാൾസ് അതിനെ ശക്തമായി എതിർത്തു. അപ്പോൾ അതിനെ തുടർന്ന് ചാൾസിന് ജനങ്ങളിൽ നിന്ന് വളരെയേറെ വേദനാജനകമായ ഒത്തിരി അനുഭവങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു അവസരത്തിൽ വേറൊരു ഹ്യൂമിലിയാറ്റി എന്ന് പറയുന്ന ഒരു സന്യാസ സമൂഹം, അവരുടെ സന്യാസ സമൂഹത്തിൻ്റെ പരിഷ്കരിച്ച നിയമസംഹിതകൾക്ക് ചാൾസ് അംഗീകാരം നൽകിയില്ല ചില കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഇതും വളരെയേറെ എതിർപ്പിന് കാരണമായി. അപ്പോൾ ആ സന്യാസ സമൂഹത്തിലുള്ളവർ അദ്ദേഹത്തെ അപായപ്പെടുത്താനൊക്കെ ആയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം അതുവഴി കടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ വെടിവെക്കുകയുണ്ടായി. പക്ഷേ ദൈവാനുഗ്രഹത്താൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തുളച്ചു കയറാതെ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ മാത്രം സ്പർശിച്ച് അത് കടന്നുപോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ആ വെടിയുണ്ടകളിൽ നിന്നുള്ള ചെറിയ ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ തറച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുഴകളായിട്ട് രൂപപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ അദ്ദേഹത്തിന് പീഡനങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഏൽക്കേണ്ടി വന്നെങ്കിൽ പോലും അദ്ദേഹം അവരോടൊന്നും വിരോധം വച്ചില്ല. അത് കാര്യമായിട്ട് എടുക്കേണ്ട, ഇദ്ദേഹത്തെ തന്നെ ഇഷ്ടമുള്ള പലരും മേലധികാരികൾ വരെ അദ്ദേഹത്തോട് ഇതിനെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് പറയുമ്പോഴും ചാൾസ് അതൊന്നും സാരമാക്കാതെ അത് വിട്ടുകളയാനായിട്ടാണ് അവരോട് ആവശ്യപ്പെടുക. തനിക്ക് അതിനെക്കുറിച്ച് പരാതിയില്ലെന്നും പറഞ്ഞ് തൻ്റെ ദൗത്യം എന്താണോ അത് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ ചാൾസ് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അന്നത്തെ മാർപ്പാപ്പ ഉൾപ്പെടെ ഇത് വളരെ കാര്യമായി തന്നെ എടുക്കുകയും അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആൾക്കാരെ കണ്ടെത്തി അവർക്ക് വധശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ചാൾസിൻ്റെ പ്രവർത്തന മേഖലകളെല്ലാം വളരെ കുറച്ചുകൂടി കർമ്മനിരതമായി തന്നെയാണ് പോകുന്നത്. അദ്ദേഹത്തെ എതിർക്കുന്നവരെ പല അവസരങ്ങളിലും അദ്ദേഹം വകവയ്ക്കുന്നില്ല. പക്ഷേ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നന്നായി ചെയ്തു പോകാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 1571 മിലൻ രൂപതയിൽ, അദ്ദേഹത്തിൻ്റെ രൂപതയിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ അവർ കടന്നു പോകുന്നത്. പെട്ടെന്ന് അവിടെ ദാരിദ്ര്യം കടന്നു വരികയും ആൾക്കാരുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഭക്ഷണമോ പണമോ ഇല്ലാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സമയത്ത് ബിഷപ്പ് ചാൾസ് തൻ്റെ
ആ ഒരു ദൗത്യം വളരെ കാര്യമായി തന്നെ എടുക്കുകയും തനിക്കുണ്ടായിരുന്ന സ്വത്തുകൾ നമ്മൾ കണ്ടു, വളരെ ധനിക സമ്പന്നമായൊരു കുടുംബത്തിലാണ് ചാൾസ് ജനിച്ചതെന്ന്. ചാൾസ് ആ സമയത്ത് തൻ്റെ സമ്പത്ത് വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കുകയും ഏകദേശം 3000-ഓളം പേർക്ക് 3 മാസത്തോളം ഭക്ഷണം കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ തൻ്റെ ഏൽപ്പിച്ച ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന നല്ലൊരു ഇടയനായിരുന്നു വിശുദ്ധ ചാൾസ് ബൊറോമിയോ. ഇതിനുശേഷം അദ്ദേഹത്തിന് പലതവണ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വഷളാകുന്നുണ്ട്. അതിൽ നിന്നെല്ലാം അദ്ദേഹം പലപ്പോഴും റിക്കവറായി വരുന്നു. 1576 മിലനിൽ ഒരു പ്ലേഗ് ബാധ ഉണ്ടാകുന്നു. പക്ഷേ ആ സമയത്തൊന്നും മാറി നിൽക്കാതെ അവരുടെ ഇടയിലേക്ക്, തൻ്റെ ജനങ്ങളുടെ ഇടയിലേക്ക് സേവന താല്പര്യതയോടുകൂടി തന്നെ ചാൾസ് ഇറങ്ങിച്ചെല്ലുകയും അവരെ സേവിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ അസ്കോണ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരിക്കുമ്പോഴാണ് ചാൾസിന് പെട്ടെന്ന് രോഗം ബാധിക്കുകയും അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ പെട്ടെന്ന് പനി വളരെ സീരിയസ് ആകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. അവിടെ വെച്ച് അദ്ദേഹം അവിടെയുള്ള ഒരു സെമിനാരിയൻസിനെയൊക്കെ സന്ദർശിച്ചിട്ട് വീണ്ടും തിരിച്ച് മിലനിലേക്ക് യാത്രയാകുകയാണ്. ഇതാണ് അദ്ദേഹം നടത്തിയ അവസാനത്തെ ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. തിരിച്ച് അദ്ദേഹം മിലനിൽ എത്തിക്കഴിഞ്ഞ് 1584 അദ്ദേഹം തൻ്റെ ഇഹലോകത്തു നിന്ന് അദ്ദേഹം യാത്രയാവുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിക്കുള്ളിൽ 3 ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ഗെത്സമേൽ പ്രാർത്ഥിക്കുന്ന ഈശോ, കുരിശുമരണം, അതോടൊപ്പം തന്നെ ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ കല്ലറ. ഇത് 3ഉമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു മുറിക്കുള്ളിലുണ്ടായിരുന്ന 3 ചിത്രങ്ങൾ. ഇതിനെ നോക്കിക്കിടന്ന് ആണ് അദ്ദേഹം ഇവിടെ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയാകുന്നത്. വളരെ വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ചാൾസ് ബൊറോമിയോയുടേത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയേറെ പരീക്ഷണങ്ങളും സഹനങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം തൻ്റെ ആ ഒരു ലക്ഷ്യത്തിനെ ബാധിക്കാതെ, തൻ്റെ ആ ഒരു ദൗത്യത്തെ ബാധിക്കാതെ തന്നെ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം എല്ലാം വളരെ വിശ്വസ്തയോടുകൂടി തന്നെയാണ് വിശുദ്ധ ചാൾസ് ബൊറോമിയോ നടത്തി പോകുന്നത്. അതോടൊപ്പം തന്നെ സഭയ്ക്ക് ഇന്നും മുതൽക്കൂട്ടായിട്ടുള്ള വളരെ വിലയേറിയ സംഭാവനകൾ നൽകാനായിട്ട് വിശുദ്ധ ചാൾസ് ബൊറോമിയോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം വിശ്വാസ പരിശീലകരുടെ മധ്യസ്ഥനാണ്. അതോടൊപ്പം തന്നെ വൈദികരുടെയും സെമിനാരിയൻസിൻ്റെയൊക്കെ മധ്യസ്ഥനായിട്ടും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. 1610 അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് തിരുസഭ പ്രഖ്യാപിക്കുന്നുണ്ട്. വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ ജീവിതം നമ്മൾക്കും മാതൃകയാക്കാം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ആ ഒരു നിയോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളുടെ പ്രതിസന്ധികളിലൊന്നും വീണു പോകാതെ അതെല്ലാം സഭയ്ക്കും സമൂഹത്തിനും മുതൽക്കൂട്ടാകുന്ന രീതിയിൽ നൽകുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം.